ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റെയിൻബോ മിറർ. ഞാനിന്നിവിടെ വന്നിരിക്കുന്ന ഒരു പായസ റെസിപ്പി ആയിട്ടാണ്. വിഷു ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു പായസ റെസിപ്പിയാണ് വീട്ടിലുള്ള ചേരുവ കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റാണ്. ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 1.25 ക്യാരറ്റും, ചെറുതാണ് രണ്ടെണ്ണം എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് ചേർക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് ചവ്വരിയാണ്. ചവ്വരി ഇവിടെ ഞാൻ 5-8 മണിക്കൂർ കുതിരായിട്ട് വെള്ളം വാർന്നെടുത്തേക്കുന്നതാണ്. നിങ്ങളുടെ ഈ ചെറിയ ചവ്വരി ഉണ്ടെങ്കിൽ അതെടുക്കാം. എൻ്റെ ഈ വലുതാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ അതെടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഏലക്കയാണ്. ഏലക്ക നിങ്ങളുടെ ഈ പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ പൊടിച്ചതില്ലാഞ്ഞു, അതുകൊണ്ട് ഞാൻ ഏലക്ക ഡയറക്റ്റ് ചതച്ചാണ് ഇടുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ. നെയ്യൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണയും ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ എടുത്തേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. എനിക്ക് ഇച്ചിരി അധികം വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം ചേർക്കാൻ എനിക്കിതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ക്യാരറ്റിനെ കഴുകി വൃത്തിയാക്കി പീൽ ചെയ്തെടുക്കാം. വൃത്തിയാക്കിയ ക്യാരറ്റിനെ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഗ്രേറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും കേട്ടോ. ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് ഒരു 1.5 ക്യാരറ്റാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഊറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നെയ്യ് അധികം വേണ്ടെങ്കിൽ പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാത്രം കുറച്ച് ചേർത്താൽ മതിയാവും. പിന്നെ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് പഞ്ചസാര ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ തരത്തിൽ ചേർത്ത് കൊടുക്കാം. തീർത്തില്ലാണ്ടും ആവരുത് കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പഞ്ചസാരയും നെയ്യും ക്യാരറ്റും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒന്ന് ക്യാരമലായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, ഒരു പച്ചച്ചവ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ക്യാരറ്റ് നല്ല രീതിയിൽ സോട്ടായി കിട്ടിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് സോട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും ക്യാരറ്റ് നല്ല രീതിയിൽ സോഫ്റ്റായി, പഞ്ചസാരയെല്ലാം നല്ല രീതിയിൽ മെൽറ്റായി കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ആ പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴുകി വൃത്തിയാക്കുകയൊന്നും വേണ്ട, ഡയറക്റ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ച 1/2 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ആവരുത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ പാലെടുത്ത് വെച്ചേക്കുന്ന ഗ്ലാസ് കഴുകി ആ വെള്ളം കൂടെ ഊറ്റി കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഞാൻ ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് പാലൊന്ന് നല്ല രീതിയിൽ ചൂടായി വരട്ടെ. അതിൻ്റെ കൂടെ ഏലക്ക ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3-4 ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഏലക്കയ്ക്ക് അധികം ഫ്ലേവർ ഇല്ല, അതുകൊണ്ട് ഒരു 3-4 ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഫ്ലേവറുള്ള ഏലക്കയാണെങ്കിൽ 1-2 ചേർത്താൽ മതിയാവുമേ. നല്ല തിക്കായിട്ട് പായസം വേണമെന്നുള്ളവർക്ക് ഈ വെള്ളം കറക്റ്റാണ് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ തിളച്ചെല്ലാം വറ്റി വെന്തൊക്കെ വരുമ്പോഴത്തേക്കും ഇത് പാകത്തിനായി കുറുകി കിട്ടും. അപ്പം അങ്ങനെ തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് ഈ വെള്ളം പാകമാണ്, അത്രയും തന്നെ ചേർത്താൽ മതിയാവുമേ. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചൗവ്വരിനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചവ്വരി ചേർത്തൊന്ന് മിക്സാക്കിയ ശേഷം പാലിനും മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ഇവിടെ ക്യാരറ്റിനൊക്കെ മധുരം ചേർത്തിട്ടുണ്ടാവല്ലോ, അതൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ മധുരം ചേർത്ത് കൊടുക്കാൻ. അത് കഴിഞ്ഞ്
അതും കൂടെ ക്യാരറ്റും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ പാല് നല്ല രീതിയിൽ തിളച്ച് ഇത് ചവ്വരിയും ക്യാരറ്റും എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പം ചവ്വരി കുതിരായതുകൊണ്ട് തന്നെ അധികം വേവൊന്നും കാണൂല. അപ്പോഴത്തേക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അതൊന്ന് നല്ല രീതിയിലൊന്ന് തിളച്ച് വറ്റി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുതേ. അങ്ങനെ നല്ല രീതിയിൽ തിളച്ച് കുറുകി നിങ്ങളുടെ പാകത്തിന് എന്തോരെയാണോ നിങ്ങൾക്ക് പിന്നെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് ആ രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മധുരം നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി മധുരം കുറവായിരുന്നു. അപ്പോൾ ഞാനതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തു. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പായസത്തിന്. അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് മിൽക്ക് മെയ്ഡെല്ലാം ചേർത്ത് നല്ല രീതിയിൽ പായസം ഒന്ന് തിളച്ച് കുറുകി നല്ല രീതിയിൽ വറ്റി വരട്ടെ. ഇപ്പോൾ പായസം നല്ല രീതിയിൽ തിക്കായിട്ട് കുറുകി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇപ്പോൾ പായസം ആവശ്യത്തിന് കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നട്ട്സും മുന്തിരിയൊക്കെ വറുത്ത് കോരിയിടാം. തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. അതിനുവേണ്ടി ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യിലാണ് താളിച്ചുറ്റുന്നത്. കുറച്ച് നെയ്യ് ഇട്ടിട്ട് ശകലം ഊറ്റി കൊടുത്താൽ മതി. അതിലേക്ക് നട്ട്സും മുന്തിരിയും കൂടെ ഇട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് അതും കൂടെ താളിച്ചുറ്റി കൊടുക്കണുണ്ട്. ഇപ്പം നമ്മുടെ പായസം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിലുള്ള ചേരുവ കൊണ്ട് തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന കേട്ടോ. വിഷുവിന് മാത്രമല്ല ഏത് അവസരത്തിലും പായസം കുടിക്കണമെന്നൊരു മോഹം തോന്നുമ്പോഴൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പായസം ഞാൻ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തണുത്ത് നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇത് തണുപ്പിച്ച് കുടിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഫ്രിഡ്ജ് വെച്ച് കുടിച്ചാൽ പിറ്റേന്നൊക്കെ എടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പായസ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും തരണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.